അഴിമാവ് കടവ് പാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ അഴിമാവുകാർക്ക് പ്രത്യേകിച്ച് താന്യം പഞ്ചായത്തുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് അഡ്വക്കേറ്റ് VS സുനിൽകുമാറിൻ്റേത്. അദ്ദേഹത്തിന് 2009 ചേർപ്പ് MLA ആയിരിക്കുമ്പോൾ അന്ന് കിഫ്ബി ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളൊന്നും ഇല്ലാത്ത കാലത്ത് തോമസ് ഐസക്ക് ഓരോ MLA മാർക്കും തങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയ 15 കോടി രൂപയിൽ മുഴുവൻ സംഖ്യയും അദ്ദേഹം ഈ പാലത്തിൻ്റെ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പാലം യാഥാർത്ഥ്യമായത്. സുനിൽകുമാറിന് വേണമെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ചേർപ്പ് നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കുത്തിവയ്ക്കാവുന്ന രീതിയിലുള്ള പല സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വെയിറ്റിംഗ് ഷെഡൊക്കെ പണിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി ഒരു നല്ല തുക ഈ പാലത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ ആ അഴിമാവ് പാലം യാഥാർത്ഥ്യമാകൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അന്ന് തോമസ് ഐസക്ക് കൊടുത്ത ആ 15 കോടി രൂപയും അഴിമാവ് കടവ് പാലത്തിന് വേണ്ടി അദ്ദേഹം നീക്കിവെക്കുകയായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ ഞാൻ MLA ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വലിയ ശ്രമം അന്നത്തെ ഒരു ജനകീയ സമിതി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടത്തി. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അന്നത്തെ MLA-മാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ഭരണകക്ഷി MLA-മാർ എന്ന നിലയിൽ പ്രത്യേകിച്ച് കുറച്ച് പ്രത്യേകമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. മണ്ഡലത്തിലെ വിവിധ വർക്കുകൾക്ക് വേണ്ടി 15 കോടിയോളം രൂപ അനുവദിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം തന്നിരുന്നു. ഞാനന്ന് വിവിധ വർക്കുകൾക്ക് വേണ്ടി വിവിധ പഞ്ചായത്തിൽ കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കാതെ ഈ അഴിമാവുകട പാലത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി എഴുതി കൊടുക്കുകയും ചെയ്തു. അന്നത്തെ ബഡ്ജറ്റിലാണ് അഴിമാവുകടവ് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതിന് ഭരണാനുമതിയും അതിനുശേഷം സാങ്കേതിക അനുമതിയും അതിൻ്റെ ASN TSഉം ഉൾപ്പെടെ അതിൻ്റെ DPR തയ്യാറാക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ആ സമയത്താണ്. പക്ഷെ അന്ന് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയൊരു സങ്കീർണമായ പ്രശ്നമായിരുന്നു. താന്യം മേഖലയിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനേക്കാൾ പ്രശ്നം അന്ന് നാട്ടിക മണ്ഡലമാണ്, പഴയ നാട്ടിക മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമായിരുന്നു അന്ന് എടത്തിരുത്തി പഞ്ചായത്ത്. അപ്പോൾ എടത്തിരുത്തി പഞ്ചായത്തിലാണ് നമ്മുടെ ശങ്കരനാരായണേട്ടൻ്റെ ഭൂമി അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ഞാനും ജോയും കൂടിയൊക്കെയാണ് അന്നവിടെ പോയത്. അന്ന് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരേട്ടനും കൂടി ഇരുന്ന് ഞങ്ങൾ അവിടുത്തെ അന്നത്തെ MLA ഇരുന്ന ആളുകളും കൂടി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അന്ന് വളരെയധികം എതിർപ്പുകൾ അന്നുണ്ടായിരുന്നു. അന്ന് ആ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പണം അനുവദിച്ച് അതിൻ്റെ നടപടിയിൽ പൂർത്തിച്ച് പിന്നെ ബ്രിഡ്ജസ് കോർപ്പറേഷനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷവും ഈ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലുണ്ടായിരുന്ന ഡിലേ മൂലം എനിക്കന്ന് MLA ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഗീതാഗോപി വന്നതിന് ശേഷം ഞാനപ്പോൾ കൈപ്പൊങ്കൽ MLA മാറി. അപ്പോൾ കൈപ്പൊങ്കൽ MLA എന്ന നിലയിൽ എടത്തിരുത്തി പഞ്ചായത്ത് എൻ്റെ പ്രതിനിധിയായിട്ട് വന്നപ്പോൾ വീണ്ടും അതിൽ ഇടപെടൽ ഉണ്ടായി. ഞാനും ഗീതയും കൂടി അന്നത്തെ പിന്നെ PWD മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇബ്രാഹിം കുഞ്ഞ് ഒക്കെ അന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന്. അന്ന് ആ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തതും ആ അക്വിസിഷൻ നടപടി പൂർത്തീകരിക്കാനൊക്കെ നമുക്കന്ന് കഴിഞ്ഞു. പിന്നീട് കുറച്ച് കാലം അതിൽ ഡിലേ വന്നു. ഗീതാഗോപി രണ്ടാം ടൈമിൽ MLA ആയിട്ട് വരുന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പിന്നീട് പണം സാമ്പത്തികമായിട്ട് അന്നത്തെ എസ്റ്റിമേറ്റിനേക്കാളും വലിയ മാറ്റങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും തോമസ് ഐസക്കിൻ്റെ കാലത്ത് തന്നെയാണ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ അന്ന് നമ്മുടെ സുധാകരൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് അതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഗീതാഗോപിയുടെ കാലത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ CC മൂന്തൻ MLA നിൽക്കുന്ന ഈ സമയത്താകുമ്പോഴേക്കും അതിന് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 2006 മുതൽ പണം അനുവദിച്ച ശേഷം 2006 മുതൽ നമുക്ക് പണം അനുവദിച്ചതാണ്. ആ പണം അനുവദിച്ചതിന് ശേഷം ഒരു ദീർഘകാലം വേണ്ടി വന്നു നമ്മുടെ ഒരു പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ എന്നുള്ളതൊരു വലിയൊരു കാലതാമസമാണെങ്കിലും ഒരിക്കലും വരാത്തതിനേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരുന്നതാണല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പാലത്തെ സംബന്ധിച്ചുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിൽ അതിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ അന്നത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ അന്നത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ പിന്നെ അവിടുത്തെ മിക്കവാറുമുള്ള ആളുകളൊക്കെ ഇതിൽ വലിയ സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിലും അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് നമുക്കതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. അതിനെല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഡോക്ടർ തോമസ് ഐസക്കിനോടും പിന്നെ അതിനുശേഷം വന്ന ജനമന്ത്രിമാരോടും
ഇപ്പോഴത്തെ മന്ത്രിമാരോടെല്ലാം ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ അന്നത്തെ എഞ്ചിനീയർമാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഏതായാലും നമ്മുടെ നാടിന് അന്ന് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിന് പാരലായിട്ട് നമ്മൾ ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ആ റോഡ് വന്ന് നമ്മളിതിൽ കടന്ന് നമ്മൾ പുള്ളിൽ അന്നൊരു പാലം നിർമ്മിച്ചിരുന്നു. നമ്മൾ പാലം നിർമ്മിച്ചിരുന്നു. അപ്പോൾ പുള്ള് വഴി ഉള്ള റോഡ് അങ്ങോട്ട് പാരലായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി എന്ന നിലയിലാണ് നമ്മൾ കൊടുങ്ങല്ലൂരിൻ്റെ പാരലായിട്ട് റോഡ് കൊണ്ടുവന്ന് പുള്ള് വഴി റോഡ് ആ കണക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാരലൽ റോഡ് പോലെ ആക്കി മാറ്റാൻ കഴിയും. അന്ന് പുള്ള് റോഡും പാലത്തിൻ്റെ നിർമ്മാണവും അന്ന് പൂർത്തീകരിച്ച 2006-2011 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ പാലം കൂടി വന്നതോടുകൂടി നമ്മുടെ ഒരു റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഇടത്തിരുത്തി താന്യം പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ കാലത്തേക്കാളും കൂടുതൽ സൗകര്യം ഇന്ന് ഈ റോഡ് വരുന്നതോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. ഈ കയ്പമംഗലം നിയോജകമണ്ഡലത്തിൻ്റെയും നാട്യ നിയോജകമണ്ഡലത്തെയും ചേർത്ത് പിടിക്കുന്ന 2 പഞ്ചായത്തുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്രാ സൗകര്യത്തിനുപരി ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിന് ധാരാളം ആളുകളാണ് ഇന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ ആളുകൾ ജോഗിങ്ങിനും അതുപോലെ ഈവനിങ് വാക്കിനും ഒക്കെ ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് വരുന്നു. ഈ കനോലി കനാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അതുപോലെ അത് കുറച്ചുകൂടി ജനകീയ ടൂറിസമാക്കി മാറ്റുന്നതിന് ഈ പാലത്തിൻ്റെ അടിയിലുള്ള പഴയ കടവ് നവീകരിച്ചാൽ നടക്കും. അങ്ങനെ വലിയൊരു ഭാവി ഈ പാലത്തിൻ്റെ ോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഞങ്ങൾക്ക് ഈ പാലത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അഡ്വക്കേറ്റ് സുനിൽകുമാറിനെ വി. സുനിൽകുമാറിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല.